ലിസ വസ്ത്രം മാറുന്നത് കാണാനായി ജാക്ക് രഹസ്യമായി ചുമരിൽ ഒരു ചെറിയ ദ്വാരമുണ്ടാക്കി. പക്ഷേ ദ്വാരം വളരെ ചെറുതായിരുന്നതുകൊണ്ട് ഒന്നും വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ല. കൂടുതൽ കാണാൻ വേണ്ടി ജാക്ക് ദ്വാരം വലുതാക്കി. ഇപ്പോൾ ലിസയുടെ ഓരോ ചലനവും ജാക്കിന് കാണാൻ കഴിഞ്ഞു. കുളിക്കുന്നതും ടോയ്ലറ്റ് ഉപയോഗിക്കുന്നതും ഉൾപ്പെടെ എല്ലാം. എന്നാൽ വിചിത്രമെന്ന് പറയട്ടെ, ഇതൊക്കെ ലിസയ്ക്ക് നേരത്തെ അറിയാമായിരുന്നതുപോലെ തോന്നി. ഒരു ദിവസം ജാക്ക് അവളുടെ ഭക്ഷണം മോഷ്ടിക്കാൻ ശ്രമിച്ചപ്പോൾ ലിസ അവനെ കൈയോടെ പിടികൂടി. അപ്പോൾ തന്നെ അവൾ ജാക്കിന്റെ ഒളിഞ്ഞുനോട്ടം പുറത്തു പറഞ്ഞില്ല. പകരം കയ്യിലുണ്ടായിരുന്ന ഒരു കത്തി അവനെ കാണിച്ചു. അതൊരു ആയുധമാണെന്ന് തോന്നിപ്പിച്ചു. ജാക്ക് ഭയന്നുപോയിരുന്നു. അപ്പോൾ ലിസ ശാന്തമായി അതൊരു അടുക്കളക്കത്തിയാണെന്ന് പറയുകയും അന്ന് രാത്രി അത്താഴം കഴിക്കാൻ ക്ഷണിക്കുകയും ചെയ്തു. 30 വയസ്സുള്ള ജാക്ക് ഒരു പെൺകുട്ടിയുടെ വീട്ടിൽ പോകുന്നത് ആദ്യമായിട്ടായിരുന്നു. ലിസയുടെ ഭക്ഷണം കഴിച്ചപ്പോൾ അവന് വല്ലാത്തൊരു ഇഷ്ടം തോന്നി. എപ്പോൾ വേണമെങ്കിലും അത്താഴം കഴിക്കാൻ വരാമെന്ന് ലിസ അവനോട് പറഞ്ഞു. അതിനുശേഷം ജാക്ക് എല്ലാ രാത്രിയിലും ലിസയുടെ വീട്ടിൽ സൗജന്യമായി ഭക്ഷണം കഴിച്ചു. കാലക്രമേണ അവർക്കിടയിൽ പരസ്പരം പ്രത്യേകമായൊരു ഇഷ്ടം വളർന്നു. പക്ഷേ ജാക്കിന് തന്റെ പഴയ ശീലം ഉപേക്ഷിക്കാൻ കഴിഞ്ഞില്ല. എല്ലാ രാത്രിയിലും അവൻ ഇപ്പോഴും രഹസ്യമായി ലിസയെ നിരീക്ഷിച്ചു. എന്നാൽ ഒരു ദിവസം വൈകുന്നേരം ഒളിഞ്ഞു നോക്കുന്നതിനിടയിൽ ജാക്ക് കണ്ടത് ലിസ ഒരു മഴക്കോട്ടും ധരിച്ച് ഒരു അപരിചിതനോടൊപ്പം വീട്ടിലേക്ക് വരുന്നതാണ്. ആ മനുഷ്യൻ ഒരു കാമുകനെപ്പോലെ ലിസയെ കെട്ടിപ്പിടിക്കുകയും അവർ ഒരുമിച്ച് നൃത്തം ചെയ്യുന്നതായും തോന്നി. പെട്ടെന്ന് ലിസ ഒരു കത്തി പുറത്തെടുത്ത് ആ മനുഷ്യനെ ക്രൂരമായി കൊലപ്പെടുത്തി. ഇത് കണ്ട ജാക്ക് നിലവിളിച്ചു. വാതിൽ തുറന്ന് രക്ഷപ്പെടാനായി അവൻ പാഞ്ഞു. പക്ഷേ ലിസ അവനെ പിന്തുടർന്നു.